നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 801st day. Today 23rd sloka of Pradhama Skandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 801 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 23ാമത്തെ ശ്ലോകം. യഥാ ഹൃഷീകേശഘലേന ദേവകീ കംസേന രുദ്ധാതിചിരം സുചാർപ്പിതാ വിമോഹിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാദേന മുഹുർവിബദ്ഗണാത്. ഓം തത്സത്. യഥാ ഹൃഷീകേശഘലേന ദേവകീ കംസേന രുദ്ധാതിചിരം സുചാർപ്പിതാ വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാദേന മുഹുർവിബദ്ഗണാത്. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യഥാ ഹൃഷീകേശ ഘലേന ദേവകി കംസേന രുദ്ധ അതിചിരം സുചാർപ്പിത വിമോചിത അഹം ച സഹാത്മജ വിഭോ ത്വയൈവ. ത്വയാ ഏവ എന്നുള്ളതാണ്. ത്വയൈവ ത്വയാ ഏവ നാദേന മുഹു വിബദ്ഗണാത്. മുഹു വിബദ്ഗണാത്. ഇതാണ് മുഹുർ വിബദ്ഗണാത് എന്ന് പറയുന്നത്. അതായത് ഹൃഷീകേശ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന അല്ലയോ ദേവ. ഘലേന ദുഷ്ടനായ. കംസേന കംസനാൽ. രുദ്ധ ബന്ധിക്കപ്പെട്ടവളും. അതിചിരം അധികകാലം. സുചാർപ്പിത ദുഃഖത്താൽ വ്യാപിക്കപ്പെട്ടവളുമായ ദേവകിയായ നിന്റെ മാതാവ്. യഥാ വിമോചിത എങ്ങനെ മോചിക്കപ്പെട്ടുവോ. തഥാ അപ്രകാരം. വിഭോ ഹേ ഈശ്വര. സഹാത്മജ പുത്രന്മാരോട് കൂടിയ. അഹം ച ഞാനും. നാഥേന രക്ഷിതാവായ. ത്വയാ ഏവ നിന്തിരുവടിയാൽ തന്നെ. വിബദ്ഗണാത് ആപത്തുകളുടെ കൂട്ടത്തിൽ നിന്നും. മുഹു അനേക പ്രാവശ്യം. വിമോചിത മോചിക്കപ്പെട്ടു. അതായത് കുന്തിദേവി പറയുകയാണ്, അല്ലയോ വിഭോ രക്ഷിതാവായിട്ടുള്ളവനെ ഋഷികേശ. ഇങ്ങനെ 2-3 വിധത്തിൽ ഭഗവാനെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഋഷികേശ വിഭോ എന്നൊക്കെ. അപ്രകാരം എല്ലാറ്റിനും നാഥനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ എപ്രകാരം അവിടുന്ന് ദുഷ്ടനായ കംസനാൽ ബന്ധിക്കപ്പെട്ടവളായിട്ടുള്ള വളരെ കാലം ദുഃഖം അനുഭവിച്ച നിൻ്റെ മാതാവിനെ നീ വിമോചിപ്പിച്ചുവോ അപ്രകാരം തന്നെ അല്ലയോ ഈശ്വര പുത്രന്മാരോട് കൂടിയ എന്നെയും അവിടുന്ന് ആപത്തുകളിൽ നിന്നും വളരെയേറെ പ്രാവശ്യം രക്ഷിച്ചു. ദേവകി ദേവിയെ ഒരു പ്രാവശ്യമാണ് രക്ഷിച്ചത്, അതും വളരെ കാലം കഷ്ടപ്പെട്ടതിന് ശേഷം. എന്നാൽ എന്നെ അവിടുന്ന്
പുത്രന്മാരോടുകൂടി എന്നെ അവിടുന്ന് വളരെ പ്രാവശ്യം, വളരെ മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരുപാട് പ്രാവശ്യം, അനേകവാരം മോചിക്കപ്പെട്ടു. അവിടുന്നാൽ ഞാൻ മോചിക്കപ്പെട്ടു. ദുഃഖങ്ങളിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. അവിടുന്ന് എന്നെ രക്ഷിച്ചു എന്ന് പറയുകയാണ്. കൃഷ്ണൻ ചെയ്ത ഉപകാരങ്ങളെ ഓർമ്മ വെച്ചുകൊണ്ട് ദേവിക്കു ഉണ്ടായതിനേക്കാൾ അധികം സഹായം അവിടുന്ന് എനിക്കാണ് ചെയ്തത് എന്ന് കുന്തിദേവി പറയുകയാണ്. അതായത് കംസൻ മാതാവായ ദേവകിയെ ബന്ധനത്തിലാക്കി അതിൽ നിന്ന് അമ്മയെ രക്ഷിച്ചു. എന്നാൽ അതുപോലെയാണോ എന്നെ രക്ഷിച്ചത്? അല്ല, അതിലും വിശേഷ വിധിയാണ്. എന്തുകൊണ്ടെന്നാൽ ദേവകി കംസകൃത ബന്ധത്തിൽ മാത്രമേ പെട്ടിട്ടുള്ളൂ. എന്നാൽ അവളുടെ മറ്റു മക്കളെ അവിടുന്ന് രക്ഷിച്ചില്ല. 6 പേരും അതിനു മുന്നേ 6 പേരെയും വധിക്കപ്പെട്ടു. എന്നാൽ എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ മക്കൾ എല്ലാവരെയും അവിടുന്ന് ഓരോ കഷ്ടത്തിൽ നിന്നും രക്ഷിച്ചു. അതിനാൽ അങ്ങേക്ക് എൻ്റെ പേരിലുള്ള വാത്സല്യം അമ്മയേക്കാളുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ പരമ ഉപകാരിയായിട്ടുള്ള അവിടുന്ന് നമസ്കാരം. ഇങ്ങനെയാണ് തൻ്റെ ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്നറിയാതെ ഓരോരോ കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ട് കുന്തിദേവി ഭഗവാനെ സ്തുതിക്കുകയാണ് അനേകം ശ്ലോകങ്ങളിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. യഥാ ഹൃഷീകേശഗലേന ദേവകി കംസേന രുദ്ധാതിചിരം സുചാർപ്പിത വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാദേന മുഹുർവിപദ്ഗണാത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ. ഓം തത്സത്.